പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാണ്. ഇമെയിൽ വഴി ലഭിച്ച പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ അതിവേഗ നടപടി. പാലക്കാട്ടെ KPM ഹോട്ടലിൽ വെച്ച് അർദ്ധരാത്രിയോടുകൂടിയാണ് പോലീസ് രാഹുലിനെ പിടികൂടിയത്. പഴുതടച്ച നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയതും. മൂന്നാം കേസിൽ അതിശക്തമായ തെളിവുകൾ യുവതി കൈമാറിയെന്നാണ് സൂചന. ക്രൂരമായ പീഡനത്തിനൊപ്പം ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചതും സാമ്പത്തിക ചൂഷണം ചെയ്തുവെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിച്ചു. G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി ലിജോ വർഗീസ്, ശ്രീരാജ് ബാബു, VS സനു, ശാന്തകുമാർ വെള്ളാലത്ത്, ആസിഫ് മുഹമ്മദ്, അജിത്ത് എന്നിവർ നമുക്കൊപ്പം തത്സമയം ചേരും. ആദ്യം പൊതുവിലുള്ള കാര്യങ്ങൾ, ഈ വിഷയത്തിലെ പൊതുവിലുള്ള കാര്യങ്ങൾ നമുക്ക് ലിജോ വർഗീസിനോട് ചോദിക്കാം. ലിജോ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ലിജോ, ഗുഡ് മോർണിംഗ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായി വന്ന മൂന്നാമത്തെ പീഡന പരാതി, നേരത്തെ ആദ്യം വന്ന 2 കേസുകളിലും ഒന്നിൽ ഹൈക്കോടതി അറസ്റ്റ് തടയുകയും ഒന്നിൽ വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇതിപ്പോൾ മൂന്നാമത്തെ പരാതിയാണ് വന്നിരിക്കുന്നത്. ഈ മൂന്നാമത്തെ പരാതിയെക്കുറിച്ച് ഒരു തരത്തിലുള്ള സൂചനയും മാധ്യമങ്ങൾക്കോ അതല്ലെങ്കിൽ ഈ പ്രതിക്കോ ഒന്നും നൽകാതെ പോലീസ് നടത്തിയ അതീവ രഹസ്യമായ നീക്കം, അതിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ വെളുപ്പിന് അല്ലെങ്കിൽ അർദ്ധരാത്രിയോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇയാളെ ഇപ്പോൾ AR ക്യാമ്പിൽ എത്തിച്ച് പത്തനംതിട്ട AR ക്യാമ്പിലെത്തി ചോദ്യം ചെയ്യുകയുമാണ്. അത് ഒരു വശത്ത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു നടപടി എന്നുള്ളത് രണ്ടാം ഭാഗം. ഈ കേസിൽ മറ്റൊന്ന് ലിജോ, ഇത്രയും നാള് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു കേട്ടത് പീഡന ആരോപണം, വഞ്ചന, ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് കേട്ടിരുന്നത് എങ്കിൽ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക ചൂഷണം കൂടി ഫ്രെയിമിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ലിജോ ഈ ഘട്ടത്തെ വിലയിരുത്തുന്നത്? സേതു പറഞ്ഞതുപോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ അർദ്ധരാത്രിയിൽ അറസ്റ്റിലാകുന്നു. ഏത് കേസിലാണ് അറസ്റ്റിലാകുന്നതെന്ന് സംബന്ധിച്ച് ഒരുപക്ഷെ മാധ്യമങ്ങൾക്കടക്കം അല്ലെങ്കിൽ ഈ പൊതുസമൂഹം ഏത് കേസിലാണ് പുതിയ അറസ്റ്റ് എന്ന സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം നിൽക്കുന്ന സാഹചര്യത്തിലാണ് പിന്നീട് കാര്യങ്ങളുടെ ചുരുളഴിയുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മൂന്നാമത്തെ കേസ്, 3 കേസുകളും ഉണ്ടായിരിക്കുന്ന അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരുപോലെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെടുന്നു, വിവാഹ വാഗ്ദാനം നൽകുന്നു, അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അത് കുഞ്ഞു വേണം എന്നാവശ്യപ്പെടുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി ഗർഭിണിയാകുന്നു. ഗർഭിണിയായ ശേഷം പെൺകുട്ടി ഈ ഗർഭം അലസിപ്പിക്കാൻ അല്ലെങ്കിൽ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുന്നു. അത്തരത്തിൽ ഗർഭചിത്രം നടത്തിയതിനു ശേഷം പിന്നീട് വലിയ തോതിലുള്ള അസഭ്യവർഷം ഉണ്ടാവുകയും ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ഫോണിൽ പോലുമുള്ള കോണ്ടാക്ട് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറുക എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കേസിലും ഉണ്ടായിരിക്കുന്നത്. ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞ അല്ലെങ്കിൽ അറസ്റ്റ് നീട്ടുകയാണ് കോടതി ചെയ്തത്. രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നു. ഈ മൂന്നാമത്തെ കേസിലും സമാനമായ തരത്തിലുള്ള പ്രവൃത്തി ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് അതാണ്. ആ കാര്യത്തിലാണ് പോലീസ് വളരെ വ്യക്തമായി വളരെ കൃത്യമായി അവരുടെ പ്ലാൻ നടപ്പിലാക്കിയെടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പരാതി വരുന്നു. ഈ പരാതിയുടെ പുറത്ത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പെൺകുട്ടി പത്തനംതിട്ട സ്വദേശിയാണ്. ആ ഭാഗത്താണ് ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടി ഇപ്പോൾ വിദേശത്താണുള്ളത്. ആ പെൺകുട്ടി ഇമെയിൽ വഴി പരാതി നൽകുന്നു. ഈ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അതിനുശേഷം പെൺകുട്ടിയോട് മൊഴി നൽകാൻ ആവശ്യപ്പെടുന്നു. വീഡിയോ കോൺഫറൻസിംഗ് വഴി പെൺകുട്ടി മൊഴി നൽകുന്നു. അതോടൊപ്പം തന്നെ തെളിവുകൾ നൽകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മൂന്നാമത്തെ കേസിൽ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കസ്റ്റഡിയിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇതിൽ തന്നെ ഈ അവസാനത്തെ കേസിൽ അതല്ലെങ്കിൽ മൂന്നാമത്തെ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കേസിൽ കുറെ കൂടി ശക്തമായ തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് ഭ്രൂണം ഉൾപ്പെടെ DNA പരിശോധനയ്ക്ക് ഭ്രൂണം ഉൾപ്പെടെ ഈ പെൺകുട്ടി സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ള തരത്തിലുള്ള അത്രയും നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ നടന്ന ഒരു കേസാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഒരു കുറെ കൂടി ശക്തമായ തെളിവുകളുടെ കൂടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യൽ നടക്കുന്നു. അതിനുശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു. ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ.